Once again, welcome back to my YouTube channel. നമ്മൾ ഇന്നു മുതൽ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അതായത് സിമ്പിൾ കോൺവെർസേഷൻസിലൂടെ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാം. സോ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ ഒരാളെ കാണുമ്പം സാധാരണ ചോദിക്കുന്ന ഹലോ സുഖമാണോ എന്ന് ചോദിക്കും അല്ലേ. ഇത് എല്ലാവർക്കും അറിയാം. ഹലോ ഹൗ ആർ യു, ഹൗ ആർ യു, ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ സുഖമാണോ എന്നുള്ള മീനിങ് ആണ്. ഇനി നമ്മളോട് സുഖമാണോ എന്ന് ചോദിക്കുമ്പം ഞാൻ നന്നായിരിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. അതെങ്ങനെ പറയും? ഐ ആം ഗുഡ് താങ്ക്സ്, ഹൗ അബൌട്ട് യു. ഐ ആം ഗുഡ് താങ്ക്സ്, ഹൗ അബൌട്ട് യു. അതായത് ഐ ആം ഗുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. ഇനി നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ അതിന് നന്ദി പറയാറുണ്ട്, അതിനാണ് താങ്ക്സ് പറഞ്ഞത്. ഇനി നിങ്ങൾക്കോ എന്ന് ചോദിക്കാനാണ് ഹൗ അബൌട്ട് യു എന്ന് ചോദിച്ചത്. ഐ ആം ഗുഡ് താങ്ക്സ്, ഹൗ അബൌട്ട് യു. ഇനി ഇതിന് നമ്മൾ അവരോട് ചോദിച്ച സ്ഥിതിക്ക് അവരും പറയണമല്ലോ അല്ലേ. അപ്പം ഞാൻ വളരെ നന്നായിരിക്കുന്നു എന്നുള്ള അർത്ഥം വരാൻ ഐ ആം ഗ്രേറ്റ് എന്ന് പറയാം. ഐ ആം ഗ്രേറ്റ്. ഇനി ചോദിച്ചതിന് നന്ദി എന്ന് പറയണമെങ്കിലോ താങ്ക്സ് ഫോർ ആസ്കിങ് എന്ന് പറയാം. താങ്ക്സ് ഫോർ ആസ്കിങ്, അതായത് ചോദിച്ചതിന് നന്ദി എന്നുള്ള മീനിങ് ആണ്. ഫസ്റ്റ് കോൺവെർസേഷൻ ഇതാണ്. ഹലോ ഹൗ ആർ യു, ഐ ആം ഗുഡ് താങ്ക്സ്, ഹൗ അബൌട്ട് യു. ഐ ആം ഗ്രേറ്റ് താങ്ക്സ് ഫോർ ആസ്കിങ്. ഇനി വേറൊരു സിമ്പിൾ കോൺവെർസേഷൻ. അതായത് നമ്മൾ രാവിലെ ഒരാളെ കാണുവാണ്. നമ്മൾ സാധാരണ വിഷ് ചെയ്യാറുണ്ട്, ഗുഡ് മോർണിംഗ് പറഞ്ഞല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുവാണ്, നിൻ്റെ ദിവസം ഇതുവരെയൊക്കെ എങ്ങനെ പോകുന്നു? അതെങ്ങനെ ചോദിക്കും? ഗുഡ് മോർണിംഗ്, ഹൗ ഈസ് യുവർ ഡേ ഗോയിങ് സോ ഫാർ. ഹൗ ഈസ് യുവർ ഡേ ഗോയിങ് സോ ഫാർ. അതായത് ഇതുവരെ നിൻ്റെ ദിവസമൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ള അർത്ഥമാണ്. സോ ഇവിടെ ഗുഡ് മോർണിംഗ് പറഞ്ഞു, അപ്പം നമ്മൾ തിരിച്ച് വിഷ് ചെയ്യണം. അപ്പോൾ എങ്ങനെ പറയും? ഗുഡ് മോർണിംഗ്. അത് വളരെ നന്നായി പോകുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇറ്റ്സ് ഗോയിങ് വെൽ. ഇറ്റ്സ് ഗോയിങ് വെൽ. സോ ഇവിടെയും നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ നന്ദി പറയാറുണ്ട്, താങ്ക്സ് എന്ന് പറയുക. ഇനി നിൻ്റേതോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഹൗ അബൌട്ട് യുവേഴ്സ്. ഹൗ അബൌട്ട് യുവേഴ്സ് എന്ന് പറഞ്ഞാൽ നിൻ്റേതോ എന്നുള്ള മീനിങ് ആണ്. ഇനി ഒരുവിധം നന്നായിട്ട് പോകുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇറ്റ്സ് ഗോയിങ് പ്രെറ്റി ഗുഡ്. ഇറ്റ്സ് ഗോയിങ് പ്രെറ്റി ഗുഡ്. പ്രെറ്റി ഗുഡ് എന്ന് പറഞ്ഞാൽ ഒരുവിധം നല്ല നിലയിൽ എന്നുള്ള അർത്ഥമാണ്. ഇനി താങ്ക് യു എന്ന് പറയാം. സോ ഗുഡ് മോർണിംഗ്, ഹൗ ഈസ് യുവർ ഡേ ഗോയിങ് സോ ഫാർ. ഗുഡ് മോർണിംഗ്, ഇറ്റ്സ് ഗോയിങ് വെൽ താങ്ക്സ്, ഹൗ അബൌട്ട് യുവേഴ്സ്. ഇറ്റ്സ് ഗോയിങ് പ്രെറ്റി ഗുഡ്, താങ്ക് യു. ഇനി അടുത്ത ഒരു കോൺവെർസേഷൻ. അതായത് നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തിയെ നമ്മൾ കുറച്ച് നാൾ മുമ്പ് കണ്ടു, പിന്നെ ഒരു ഗ്യാപ്പിന് ശേഷം കാണുവാണ്. അപ്പം നമ്മൾ സാധാരണ ചോദിക്കത്തില്ലേ, ഹലോ കുറേ നാളായല്ലോ കണ്ടിട്ട്, എങ്ങനെയുണ്ട്? അതായത് നമ്മൾ അവസാനം കണ്ടത് മുതൽ എങ്ങനെയുണ്ട് എന്നുള്ള ഒരു മീനിങ് ആണ്. സോ ആ ഒരു രീതിയിൽ ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കാം? ഹായ് അല്ലെങ്കിൽ ഹേയ് എന്ന് ചോദിക്കാം. കുറേ നാളായല്ലോ കണ്ടിട്ട്, അതെങ്ങനെ പറയും? ലോങ് ടൈം നോ സീ. ലോങ് ടൈം നോ സീ എന്ന് പറഞ്ഞാൽ കുറേ നാളായല്ലോ കണ്ടിട്ട് എന്നുള്ള അർത്ഥമാണ്. ഇനി നമ്മൾ ലാസ്റ്റ് കണ്ടത് മുതൽ എങ്ങനെ പോകുന്നു അല്ലെങ്കിൽ എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ ചോദിക്കണമെങ്കിൽ അവിടെ നമുക്ക് ഹൗ ഹാവ് യു ബീൻ എന്ന് ചോദിക്കാം. ഹൗ ഹാവ് യു ബീൻ. ഈ ഒരു ഫ്രേസിൻ്റെ മീനിങ് നമ്മൾ ലാസ്റ്റ് കണ്ടത് മുതൽ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ എന്നുള്ള ഒരു അർത്ഥമാണ്. ഹേ ലോങ് ടൈം നോ സീ, ഹൗ ഹാവ് യു ബീൻ. ഇനി അതിനെങ്ങനെ റിപ്ലൈ പറയാം? അതായത് കുറച്ച് നാളായി എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഹാസ് ബീൻ എ വൈൽ എന്ന് പറയാം. ഈ ഇറ്റ് ഹാസ് എന്നുള്ളൊരു ഷോർട്ടാക്കി ഇറ്റ്സ് ബീൻ എ വൈൽ എന്ന് പറയാം. ഇറ്റ്സ് ബീൻ എ വൈൽ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളായി എന്നുള്ളൊരു അർത്ഥമാണ്. ഇനി ഹൗ ഹാവ് യു ബീൻ എന്നുള്ളതിന് എങ്ങനെ റിപ്ലൈ കൊടുക്കാം? നീ എങ്ങനെയിരിക്കുന്നു? ഞാൻ നന്നായിരിക്കുന്നു. അത് പറയാൻ ഐ ഹാവ് ബീൻ ഗുഡ് എന്ന് പറയാം. ഐ ഹാവ് ബീൻ ഗുഡ്. ഇനി നിങ്ങളോ എന്ന് ചോദിക്കാനോ ആൻഡ് യു എന്ന് ചോദിക്കാം. ആൻഡ് യു. ഇനി ഇപ്പം അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് എങ്ങനെ പറയാം? ഞാൻ വളരെ നന്നായിരിക്കുന്നു, ചോദിച്ചതിന് നന്ദി. അതെങ്ങനെ പറയും? ഐ ഹാവ് ബീൻ ഗ്രേറ്റ് താങ്ക്സ് ഫോർ ആസ്കിങ്. ഐ ഹാവ് ബീൻ ഗ്രേറ്റ് താങ്ക്സ് ഫോർ ആസ്കിങ്. സോ തേർഡ് കോൺവെർസേഷൻ ഇതാണ്. ഹായ് ലോങ് ടൈം നോ സീ, ഹൗ ഹാവ് യു ബീൻ. അപ്പോൾ അവരും തിരിച്ച് ഹായ് ഇറ്റ്സ് ബീൻ എ വൈൽ, ഐ ഹാവ് ബീൻ ഗുഡ് താങ്ക്സ് ആൻഡ് യു എന്ന് പറയും. സോ അവരുടെ റിപ്ലൈ എങ്ങനെയായിരിക്കും? ഐ ഹാവ് ബീൻ ഗ്രേറ്റ് താങ്ക്സ് ഫോർ ആസ്കിങ്.
ഇനി അടുത്ത ഒരു കോൺവെർസേഷൻ. നമ്മൾ ഒരാളെ കാണുവാണ്, നമ്മൾ അവരോട് ചോദിക്കുവാണ് എല്ലാം എങ്ങനെ പോകുന്നു. അതെങ്ങനെ ചോദിക്കും? ഹായ്, ഹൗ ഈസ് എവ്രിതിങ് ഗോയിങ്? ഹായ്, ഹൗ ഈസ് എവ്രിതിങ് ഗോയിങ്. അതായത് എല്ലാം എങ്ങനെ പോകുന്നു എന്നുള്ള മീനിങ് ആണ്. സോ എല്ലാം നന്നായിട്ട് പോകുന്നു, നിങ്ങളുടെയോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഹലോ, എവ്രിതിങ് ഈസ് ഗോയിങ് വെൽ, ഹൗ അബൌട്ട് യു? ഹലോ, എവ്രിതിങ് ഈസ് ഗോയിങ് വെൽ, ഹൗ അബൌട്ട് യു? അതായത് എല്ലാം നന്നായിട്ട് പോകുന്നു, നിങ്ങളുടെയോ എന്നുള്ള മീനിങ് ആണ്. സോ ഇതിന് റിപ്ലൈ ആയിട്ട് എനിക്കും എല്ലാം വളരെ സുഖമായി, അതായത് തടസ്സമൊന്നുമില്ലാതെ സുഖമായിട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ പറയണം. അതെങ്ങനെ പറയും? എവ്രിതിങ് ഈസ് ഗോയിങ് സ്മൂത്ത്ലി ഫോർ മീ ടു. എവ്രിതിങ് ഈസ് ഗോയിങ് സ്മൂത്ത്ലി ഫോർ മീ ടു. അതായത് എനിക്കും കാര്യങ്ങളൊക്കെ തടസ്സമൊന്നുമില്ലാതെ പോകുന്നു എന്നുള്ള അർത്ഥമാണ്. ഹായ്, ഹൗ ഈസ് എവ്രിതിങ് ഗോയിങ്? ഹലോ, എവ്രിതിങ് ഈസ് ഗോയിങ് വെൽ, ഹൗ അബൌട്ട് യു? സോ അതിൻ്റെ റിപ്ലൈ ആയിട്ട് എവ്രിതിങ് ഈസ് ഗോയിങ് സ്മൂത്ത്ലി ഫോർ മീ ടു എന്ന് പറയാം. ഇനി നമ്മൾ ഫ്രണ്ട്സ് തമ്മിലൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് ഹായ് വാട്സാപ്പ്. അതായത് എന്തൊക്കെയുണ്ട് എന്നുള്ള അർത്ഥമാണ് ഹായ് വാട്സാപ്പ്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ ഹേ നത്തിങ് മച്ച് എന്ന് പറയാം. നത്തിങ് മച്ച്. ഇനി ഇതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു അല്ലെങ്കിൽ സുഖമാണോ എന്ന് ഇൻഫോർമലായിട്ട് ചോദിക്കാൻ യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് ഹൗ ഈസ് ലൈഫ് ട്രീറ്റിംഗ് യു? ഹൗ ഈസ് ലൈഫ് ട്രീറ്റിംഗ് യു? ഇതിൻ്റെ മീനിങ് സെയിം തന്നെയാണ്. കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, സുഖമാണോ എന്നുള്ള അർത്ഥം തന്നെയാണ്. സോ അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ അതിന് റിപ്ലൈ എങ്ങനെ കൊടുക്കാം? ലൈഫ് ഈസ് ട്രീറ്റിംഗ് മീ വെൽ. അതായത് നന്നായിട്ട് പോകുന്നു എന്നുള്ള റിപ്ലൈ തന്നെയാണ്. ലൈഫ് ഈസ് ട്രീറ്റിംഗ് മീ വെൽ. അതായത് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു എന്നുള്ള അർത്ഥമാണ്. സോ തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ടുള്ള കോൺവെർസേഷൻസ് ആണ്. നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഇതിൽ ഓരോ ഫ്രേസസും പഠിച്ചു വയ്ക്കുവാണെങ്കിൽ നമ്മൾ പുതുതായിട്ട് ഒരാളെ കാണുമ്പം നമുക്ക് അവരോട് സംസാരിക്കാൻ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. സോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.